ഗുഡ് മോർണിംഗ് ധന്യ. ഗുഡ് മോർണിംഗ് സുനിജി. നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നെങ്കിലും വാർത്തകൾ അത്ര ശുഭകരമൊന്നുമല്ല. നമ്മുടെ നാട്ടിലല്ലെങ്കിലും ലെബനനിൽ വീണ്ടും ഇന്നലെ പേജർ ആക്രമണം ഉണ്ടായതിനു ശേഷം ഇന്നിപ്പോൾ രാവിലെ കേൾക്കുന്നത് വാക്കി ടോക്കി, സോളാർ ബാറ്ററി, കാർ ബാറ്ററി എന്നിവയെല്ലാം പൊട്ടിത്തെറിച്ചു. ഇതെല്ലാം അവിടെ ഈ പേജർ ആക്രമണത്തിൽ മരിച്ചവരുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നിന്ന ഹിസ്ബുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ ഈ ആക്രമണം നേരിട്ടിരിക്കുന്നത്. ഒരു 14ഓളം പേർ കൊല്ലപ്പെടുകയും 450ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്താണ് സിനിജി, ഇതിനൊന്നും ഒരു അവസാനം ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ലേ? എന്നും ഇങ്ങനെ ഈ കഥകൾ തന്നെയാണോ നമ്മൾ കേൾക്കേണ്ടി വരിക? യുദ്ധത്തിന്റെ പുതിയ ഘട്ടമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിൽ സ്ഫോടക വസ്തു നിറച്ചിട്ട് ഒരേ സമയം സ്ഫോടനം ഉണ്ടാക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഉണ്ടായ പേജർ സ്ഫോടനം വളരെ വലിയ സംഭവമായിപ്പോയി. ഒരേ സമയം ഏതാണ്ട് 3000ഓളം പേജറുകൾ പൊട്ടിത്തെറിക്കുന്നു, നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു. അത് നമുക്കറിയാം, ഈ പേജർ പരമാവധി എല്ലാവരും ഈ അരയിൽ ബെൽറ്റിലൊക്കെ ആയിരിക്കും തൂക്കിയിടുന്നത്. അവിടെ നിന്ന് സ്ഫോടനം ഉണ്ടാകുന്നു. ചിലർ ഈ ഇതെടുത്ത് മുഖത്തിന് നേരെ നോക്കുന്നു. കാരണം ഇത് മെസ്സേജ് ആണല്ലോ, ഷോർട്ട് മെസ്സേജ് സർവീസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആളുകളെ കണ്ടെത്താൻ കഴിയില്ല, അല്ലെങ്കിൽ ഈ ട്രാക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ ഹിസ്ബുള്ള നേതാവായ ഹസൻ നസറുള്ളയാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നമുക്കിനി മൊബൈലുകൾ വേണ്ട, പേജറുകൾ മതി എന്ന് പറയുന്നത്. ഈ പേജർ ഉപയോഗിച്ച് വലിയ സ്ഫോടനം ഉണ്ടാകുന്നു, രാജ്യാന്തര തലത്തിൽ വലിയ ചർച്ചയാകുന്നു. സ്വാഭാവികമായും കൊല്ലപ്പെട്ടവരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണാനന്തര ചടങ്ങുകളാണ്. അത് ചിലപ്പം പള്ളികളിലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും സ്ഥലത്ത് സംസ്കാര ചടങ്ങ് നടക്കും. ഈ സംസ്കാര ചടങ്ങ് നടന്നപ്പോൾ അടുത്ത ഒരു അറ്റാക്ക് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. വാക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നു. ഒരേ സമയം നിരവധി വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചതോടുകൂടി വീണ്ടും മരണസംഖ്യ ഉണ്ടാകുന്നു. 10-14 പേർ സ്പോട്ടിൽ തന്നെ മരിക്കുന്നു, നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു. അപ്പം വാക്കി ടോക്കിയിൽ അതുപോലെ തന്നെ ഈ പേജറിലൊക്കെ സ്ഫോടക വസ്തു നിറച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സ്ഫോടനം നടത്തുക എന്ന് പറയുന്നത് യുദ്ധതന്ത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ്. പണ്ട് LTTയുടെ കാലത്ത്, അതായത് ശ്രീലങ്കൻ തമിഴ് പുലികളുണ്ടല്ലോ, അവർ ഇത്തരത്തിൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകളൊക്കെ ഉപയോഗിച്ച് സ്ഫോടനം നടത്തിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഭീകരവാദികൾ അവിടുത്തെ യുവാക്കളെയൊക്കെ റിക്രൂട്ട് ചെയ്തിട്ട് ഇത്തരത്തിൽ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പൊട്ടിക്കുന്ന ബോംബുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെയും ഈ പേജറുകൾ, ഏതാണ്ട് 5000ഓളം പേജറുകൾ ഹംഗറിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു എന്നാണ് കേട്ടത്. ഈ ഹംഗറിയിലെ അഡ്രസ്സ് തിരക്കി ചെന്നപ്പോൾ കാർഡ് പിടിച്ച ഒരു കെട്ടിടം, എന്നിട്ട് A4 സൈസ് ഷീറ്റിലുള്ള ഒരു പേപ്പറിൽ ആ കമ്പനിയുടെ പേര് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഹിസ്ബുള്ളയ്ക്കുള്ളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഹമാസിനുള്ളിൽ നിന്നൊക്കെ വിവരങ്ങൾ കൃത്യമായി മൊസാദിന് ചോർത്തി കൊടുക്കാൻ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വോക്കി ടോക്കി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ സംസ്കാര ചടങ്ങ് നടക്കുന്നു, അവിടെ ഇന്ന ചടങ്ങ് നടക്കുന്നു, ഇന്ന നേതാക്കൾ വന്നു എന്നൊക്കെ ആശയവിനിമയം നടത്തണം. അപ്പോൾ റേഡിയോ തരംഗങ്ങളാണ് അതിലൂടെ പ്രവഹിക്കുന്നത്. ആ റേഡിയോ തരംഗങ്ങളിലൂടെ ഒരു മെസ്സേജ് വരുമ്പോൾ, സിഗ്നൽ വരുമ്പോൾ പൊട്ടിത്തെറിക്കാൻ വേണ്ടി ഈ സ്ഫോടക വസ്തു നിറയ്ക്കുന്നു. അപ്പോൾ ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിൽ കൃത്യസമയത്ത് ഒരേപോലെ സ്ഫോടനം ഉണ്ടാകണമെങ്കിൽ എത്ര വലിയ ആസൂത്രണം അതിന് പിന്നിൽ നടന്നു. അപ്പോൾ കാലങ്ങളായി നടത്തിയ ആസൂത്രണത്തിലൂടെ ഹമാസിനെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ ഏതാണ്ട് പൂർണ്ണമായും തീർക്കുന്ന നിലപാട്. ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് ഏതാണ്ട് നിരവധി ആളുകൾ അവരുടെ സ്ലീപ്പർ സെല്ലായി അല്ലാതെയും പ്രവർത്തിക്കുന്നു. മുഴുവൻ പേരെയും ഒരു റിമോട്ട് കൺട്രോളിൽ സ്വിച്ച് അമർത്തിയോടുകൂടി ഇസ്രായേൽ പീഡിപ്പിച്ചു. അതൊരു ചെറിയ കാര്യമല്ല. അപ്പം ഇതിന് പിന്നിലുള്ളത് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ആണെന്ന് ഏതാണ്ട് വ്യക്തമാണ്. പക്ഷേ ഇപ്പോഴും മൊസാദ് അക്കാര്യം അംഗീകരിച്ചിട്ടില്ല, സമ്മതിച്ചിട്ടില്ല. ഇക്കാലത്ത് മൊസാദിൻ്റെ നിലപാട് അങ്ങനെ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും തങ്ങളാണത് ചെയ്തതെന്നുള്ള ഉത്തരവാദിത്തം അവർ നേരിട്ട് പെട്ടെന്നൊന്നും ഏറ്റെടുക്കില്ല. മാത്രമല്ല, ഈ മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടനയ്ക്ക് രാജ്യത്തിന് പുറത്തു പോയി പോലും തങ്ങളുടെ ശത്രുക്കളെ വകവരുത്താനുള്ള ഒരു അധികാരം, ഒരു അവകാശം നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നിരവധി പേരെ ഇവർ രാജ്യത്തിന് പുറത്തു പോയി കൊന്നിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം, ഇറാൻ്റെ ഈ ആണവ ബോംബ് നിർമ്മിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച ഒരു ശാസ്ത്രജ്ഞനെ അദ്ദേഹവും ഭാര്യയും കൂടെ ഒരു മാർക്കറ്റിൽ പോയി നിന്നപ്പോൾ കൃത്യമായി ഇസ്രായേൽ കൊലപ്പെടുത്തുന്നു. അപ്പോൾ അവിടെയും കൊലപ്പെടുത്തിയത് ഈ ലേസർ തരംഗങ്ങൾ ഉപയോഗിച്ചാണ്. കാരണം തൊട്ടടുത്ത് നിൽക്കുന്ന ഭാര്യയ്ക്കോ സുരക്ഷാ ഭടന്മാർക്കോ ഒരു പരിക്കുമേൽക്കാതെ തങ്ങളുടെ ടാർഗറ്റായ ഈ ശാസ്ത്രജ്ഞനെ കൊല്ലുന്നു. അപ്പോൾ ഫേസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചായിരുന്നു അന്ന് ആക്രമണം നടത്തിയത്. അപ്പോൾ മൊസാദിൻ്റെ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനും നമ്മൾ കാണുന്നതിനുമൊക്കെ അപ്പുറത്താണെന്നുള്ളത് വ്യക്തമാണ്. തീർച്ചയായിട്ടും മൊസാദിൻ്റെ ഈ തന്ത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇറാൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ സമയത്ത് ഹിസ്ബുള്ള നേതാവ് അവിടെ എത്തുകയുണ്ടായി. അപ്പോൾ ഹിസ്ബുള്ള നേതാവ് അവിടെ എത്തിയ സമയത്ത് ആ ഹിസ്ബുള്ളയും ഹമാസിന്റെ നേതാവ് അവിടെ എത്തിയ സമയത്ത് ഹമാസിന്റെ നേതാവും കൂടെയുള്ള സുരക്ഷാ ആളും താമസിച്ചിരുന്ന റൂമിൽ ബോംബ് വച്ച് അവരെ രണ്ടുപേരെയും തീർത്തതാണ് മൊസാദിന്റെ ഒരു തലയെന്ന് പറയുന്നത്. അതായത് അവരവിടെ എത്തുമെന്നും താമസിക്കുന്നത് ആ റൂമിലായിരിക്കുമെന്നും അവരവിടെ എത്തണമെങ്കിൽ ആദ്യത്തെ പ്രസിഡന്റ് മരണപ്പെടണം, രണ്ടാമത് തിരഞ്ഞെടുപ്പ് വരണം, അവിടെ അടുത്ത പ്രസിഡന്റ് വരണം, അതിന് ഹിസ്ബുള്ളയെ ഹമാസിനെ ക്ഷണിക്കണം. ഇതൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടുള്ള
മൊസാദിന്റെ ഒരു രീതി. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. എന്തായാലും വാർത്താവിനിമയ ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ആക്രമണം ശരിയല്ല എന്നാണ് ലോക രാജ്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹിസ്ബുള്ളയെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് ഏത് വിധേനയും ചെല്ലുക എന്നുള്ളതാണ് അവർ നോക്കുന്നത്. നേരത്തെ പേജർ ആക്രമണം, ഇപ്പൊ പേജർ ബോംബ് ഒരു കാലനായി മാറിയിരിക്കുകയാണ് ഹിസ്ബുള്ളയ്ക്ക് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 4000-ഓളം പേരാണ് പരിക്കേറ്റ്, വളരെ ഗുരുതരമായ പരിക്കേറ്റ് ആശുപത്രികളിൽ കിടക്കുന്നത്. 9 പേർ മരിച്ചു. അപ്പോൾ അതിന്റെ സംസ്കാര ചടങ്ങുകൾ, ഖബറടക്കം നടക്കുന്ന സ്ഥലത്താണ് ഈ വാക്കി ടോക്കി പൊട്ടിത്തെറിച്ച് വീണ്ടും അപകടം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഈ പേജർ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ, ഉൽപാദന വേളയിൽ തന്നെ അതിന്റെ ബാറ്ററിയിൽ അത്യുഗ്ര സ്ഫോടന വസ്തുക്കൾ കയറ്റി വച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ. അതിന് എത്രത്തോളം ശരിയാണ് എന്ന അന്വേഷണത്തിൽ മാത്രമേ തെളിയുകയുള്ളൂ. എന്തായാലും മൊസാദ് കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഹിസ്ബുള്ളയെ തകർക്കുക, അല്ലെങ്കിൽ ഹമാസിനെ വേരോടെ പിഴുതെറിയുക, ഗാസയിലെ ജനങ്ങൾ സുരക്ഷിതരാക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ തീവ്രവാദത്തെ വച്ചുപൊറുപ്പിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. എന്തായാലും ഹമാസിന് ഇക്കാര്യത്തിൽ എന്ത് പ്രതികാര ബുദ്ധിയുമായി രംഗത്തെത്തും എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. എന്തായിരിക്കും ഹമാസിന്റെ ഈ ഒരു നീക്കത്തിൽ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ മൊസാദിന്റെ ഈ ഒരു തന്ത്രത്തിൽ ഹമാസിന്റെ ഒരു നീക്കം എങ്ങനെയായിരിക്കാം? ഹമാസ് എന്തായാലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഹമാസ് തുടർന്നും ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ ഇതിന് പ്രതികാരം ചെയ്യുമെന്നും ഈ ഹിസ്ബുള്ളയും ഹമാസും അവർ പരസ്പരം സഹകരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ പേജർ ആക്രമണത്തിന് എന്തായാലും ഹിസ്ബുള്ള മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഇലക്ട്രോണിക് ആക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇത് തന്നെ മറ്റ് എല്ലാ രാജ്യങ്ങളെയും ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട്. ഇത് അടുത്ത ഒരു വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുമോ? ഇസ്രയേലും പിന്നോട്ടില്ല, ഹമാസും ഹിസ്ബുള്ളയും പിന്നോട്ടില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ അടുത്തിന് US തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇനി ഇതൊരു യുദ്ധത്തിലേക്ക് പോകുമെന്നാണോ സിൻജി നമ്മൾ കരുതേണ്ടത്? ആ പാശ്ചാത്യ മേഖലയിൽ വലിയ യുദ്ധത്തിന് കളമൊരുക്കുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ UN സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞിരിക്കുന്നത് സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് എക്യുപ്മെന്റിൽ സ്ഫോടനത്തിന് വേണ്ടിയിട്ട് അല്ലെ ആക്രമണത്തിന് വേണ്ടിയുള്ള പദ്ധതി ഇടുന്ന ആ ഒരു പ്രോജക്റ്റ് അത് അവസാനിപ്പിക്കണം. ഇസ്രായേൽ അതിൽ നിന്ന് പിന്മാറണം. ഇസ്രായേൽ ആണെന്നോ മൊസാദ് ആണെന്നോ ഇപ്പോഴും വ്യക്തതയില്ല. എങ്കിലും ഹിസ്ബുള്ളയും ഹമാസും ലോക രാജ്യങ്ങളും എല്ലാം തന്നെ കരുതുന്നത് ഈ പറയുന്ന മൊസാദാണ് ഇതിന് പിന്നിലെന്നാണ്. അപ്പോൾ UN-ന്റെ ഒരു അടിയന്തര യോഗം വളരെ പെട്ടെന്ന് കൂടാനായിട്ട് തീരുമാനിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ സ്വാഭാവികമായും UN-ന്റെ ഈ രക്ഷാ കൗൺസിൽ യോഗം ചേരേണ്ടതായിരുന്നു. പക്ഷേ ഈ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ പെട്ടെന്നാണ് ഇത്തരം ഒരു യോഗം ചേരുന്നത്. ഇനി അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയായ ആന്റണി ബ്ലിങ്കനും പറഞ്ഞത് ഇത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ ഇത്തരത്തിലുള്ള ആ സ്ഫോടനവും ആക്രമണവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. പക്ഷേ ഈ ലോക രാജ്യങ്ങൾക്ക് ഇതിനെ വിശകലനം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കേട്ടുകേൾവി ഇല്ലാത്തതാണ് പേജർ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ഫോടനം, വോക്കി ടോക്കി ഉപയോഗിച്ചുള്ള സ്ഫോടനം. ഇതൊക്കെ എങ്ങനെ സാധ്യമാക്കി? ഇപ്പൊ തൈവാൻ, നമുക്കറിയാം ചൈനയിൽ നിന്നാണ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ കൂടുതലായി വരുന്നത്. തൊട്ടടുത്ത അയൽ രാജ്യമായ തൈവാനിൽ നിന്നാണ് 5000 പേജറുകൾ ഈ പറയുന്ന ഹിസ്ബുള്ള ഇറക്കുമതി ചെയ്യുന്നത്. സത്യത്തിൽ അവർ പറയുന്നത് ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഹംഗറിയിലാണെന്ന്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചാരുന്നു. ഹംഗറിയിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ചെന്ന് പരിശോധിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ ഒഴിഞ്ഞ ഒരു കെട്ടിടം മാത്രം കാണുന്നു. എന്നിട്ടും ഈ അപ്പോളോ കമ്പനി എന്നാണ് ഇതിന്റെ പേര്. ഈ അപ്പോളോ കമ്പനിയുടെ വെബ്സൈറ്റിൽ ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. എന്താണ് പേജർ? ഏതാണ്ട് 90കളിലാണ് പേജർ നമ്മുടെ നാട്ടിലടക്കം വ്യാപകമായത്. പക്ഷേ മൊബൈൽ വന്നതോടുകൂടി മൊബൈൽ ഫോണിൽ തന്നെ നമുക്ക് സന്ദേശങ്ങളും അയക്കാം. പക്ഷേ ഈ ഗോൾഡൻ അപ്പോൾ അവർ പറയുന്നില്ലേ, ഞങ്ങളല്ല ഇത് നിർമ്മിച്ചതെന്ന് അവർ പറയുന്നില്ലേ? അവിടെയാണ് കള്ളക്കളി. കാരണം ഈ അപ്പോളോയുടെ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പറയുന്നു ഈ പേജറുകൾ ഉപയോഗിച്ചത് ലിഥിയം ബാറ്ററിയാണ്. ലിഥിയം ബാറ്ററിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ TNT ആണ്. ഈ ട്രൈനെട്രാട്ടോളുവിൻ എന്ന് പറയുന്ന രാസവസ്തു ഉപയോഗിച്ച് അത് പ്രവർത്തിക്കാം. അതിൽ സമ്മർദ്ദം കൂട്ടി, പ്രഷർ കൂട്ടി ഈ ബാറ്ററി പൊട്ടിത്തെറിക്കാം എന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ അവർ വെബ്സൈറ്റിൽ നിന്ന് ലിഥിയം ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള ഭാഗം മാത്രം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴും അത് കൃത്യമായി മോണിറ്റർ ചെയ്യാൻ ഹംഗറിയിലെയോ തൈവാനിലെയോ ഈ പറയുന്ന നിർമ്മാതാക്കൾ ശ്രമിക്കുന്നു എന്നുള്ള അർത്ഥം. അപ്പോൾ 5000-ഓളം ഈ വോക്കി ടോക്കി അല്ലെങ്കിൽ ഈ പേജറുകൾ വാങ്ങാനായിട്ട് ഓർഡർ ചെയ്യണമല്ലോ. ഈ ഓർഡർ ചെയ്ത വിവരം എങ്ങനെ ഹമാസിൽ നിന്ന് അല്ലെ ഹിസ്ബുള്ളയിൽ നിന്ന് ഈ പറയുന്ന മൊസാദിലെത്തി? അപ്പോൾ എവിടെയോ ഒരു ചാരപ്രവർത്തനം അവിടെ നടക്കുന്നില്ലേ? അപ്പോൾ ഓർഡർ ചെയ്തപ്പോൾ മുതൽ ഇത് ഷിപ്പ് ചെയ്യുന്നത് വരെ കണ്ടെയ്നറിലാക്കി ആയിരിക്കുമല്ലോ കൊണ്ടുവരുന്നത്. അത് ഷിപ്പിംഗ് ചെയ്യുന്നത് വരെയുള്ള സമയത്ത് മൊസാദിന് അതിനകത്ത് ഇടപെടാൻ പറ്റി. മാത്രമല്ല നമുക്കറിയാലോ, ഒരു പ്രോഡക്റ്റ്, ഇലക്ട്രോണിക് പ്രോഡക്റ്റ് വരുമ്പോൾ അത് പാക്ക്ഡ് ആണ്. ആ
പാക്ക് പൊട്ടിച്ചാൽ തന്നെ നമുക്ക് പല കാര്യത്തിലും സംശയം തോന്നും. അപ്പോൾ ഹിസ്ബുള്ളയെ പോലെ ഒരു ഭീകര സംഘടന എടുത്ത് എത്ര ശ്രദ്ധിച്ചാണ് അത് ചെയ്യേണ്ടിയിരുന്നത്. മാത്രമല്ല ഒറ്റ മണിക്കൂറിനുള്ളിലാണ് നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് പൊട്ടിത്തെറിക്കുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞത് ഒരു പേജറിനകത്ത് 3 ഗ്രാം സ്ഫോടക വസ്തു നിറയ്ക്കാൻ കഴിയുമെന്നാണ്. പിന്നീട് അത് 15 ഗ്രാം വരെയായി. അപ്പൊ എത്ര ഗ്രാമാണ് സ്ഫോടക വസ്തു നിറച്ചത്, എത്രയാണ് പുറത്തേക്ക് വന്നത്, ഈ കാര്യങ്ങളൊക്കെ ഇനി വ്യക്തമാനുണ്ട്. കാരണം വളരെ കുറച്ച് CCTV ദൃശ്യങ്ങളെ പുറത്തു വന്നുള്ളൂ. കാരണം ഒരാൾ മാത്രം തന്റെ പേജറിൽ വന്ന മെസ്സേജ് നോക്കി മേശപ്പുറത്തേക്ക് വെച്ചപ്പോൾ ഈ പേജർ പൊട്ടിത്തെറിക്കുന്നു. അപ്പോഴാണ് ഇത് കൃത്യമായി ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഹിസ്ബുള്ള കാലങ്ങളായിട്ട് തങ്ങളെ ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2, 3, 4 മാസത്തിനപ്പുറമാണ് ഈ പറയുന്ന പേജർ എന്ന സംവിധാനത്തിലേക്ക് വന്നത്. ഇപ്പൊ പേജർ പൊട്ടിത്തെറിച്ച് വലിയ ചർച്ച നടന്നപ്പോൾ അടുത്തത് വാക്കി ടോക്കി. അപ്പം ഈ റേഡിയോ സിഗ്നലുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനം, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പഴയ കാലത്തിലേക്ക് പോയാൽ മതിയെന്ന് അവർ തീരുമാനിക്കുന്നു. ഇങ്ങനെ ഒരു തീരുമാനം ഇവർ നടപ്പാക്കുന്നുവെന്ന് എത്രയോ മുമ്പേ മൊസാദ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഇത് നടപ്പാക്കിയത്. ഈ പേജർ ആക്രമണം നടത്തി ഇനി ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ ഒരു നിശ്ചിത ദൂരത്തേക്ക് മാറ്റി വെച്ച് ഇവർ ഉപയോഗിക്കുമെന്ന് കണ്ടതുകൊണ്ടാണ് ആ സംസ്കാര ചടങ്ങിനിടെ അടുത്ത അറ്റാക്ക് എന്ന നിലയിൽ ഈ വാക്കി ടോക്കി പൊട്ടിത്തെറിച്ചത്. അപ്പൊ ഇവരുടെ ഒരു ടെക്നോളജിയിലുള്ള വലുപ്പത്തെ, അറിവിനെ നമ്മൾ എത്ര നമിച്ചാലും മതിയാവുമോ? തീർച്ചയായിട്ടും ഈ മൊസാദിന്റെ തല എന്ന് പറയുന്നത് ഒരു വല്ലാത്ത തലയാണ് എന്ന്, അതായത് ഇവരെ ഹിസ്ബുള്ളയും ഹമാസിനെ അനുകൂലിക്കുന്നവർ വരെ ഇപ്പൊ പറഞ്ഞു തുടങ്ങി അവർ വിറച്ചു എന്നുള്ളത്. മീഡിയ വൺ ചാനൽ ഉൾപ്പെടെ പ്രതിദർശിച്ച് രാവിലെ വന്ന് പറയുന്നത് കേട്ടു. മീഡിയ വണ്ണൊക്കെ ആദ്യമായിട്ടാണ് അത്തരത്തിൽ ഒരു പ്രസ്താവന പറയുന്നത് തന്നെ. അപ്പൊ അത്തരത്തിൽ ഒരു വലിയൊരു ആശങ്കയിലേക്ക് അവർ തന്നെ പോയി. ഇനി എന്തായിരിക്കും ഇവർ ചെയ്യാൻ പോകുന്നത്, ഇനി ഏത് വഴിയായിരിക്കും ഇവരുടെ ആക്രമണം എന്നുള്ളതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഇനി ഇസ്രായേൽ ഇക്കാര്യത്തിൽ ഏത് നിലപാടായിരിക്കും സ്വീകരിക്കുന്നത്? കാരണം തിരിച്ചടി വളരെ വലുതായിരിക്കുമോ, അതോ അത് തടുക്കാൻ ഇസ്രായേലിന് കഴിയും എങ്കിൽ പോലും ഇനി ഇവരും ഏത് തരത്തിലേക്കുള്ള തിരിച്ചടി ആയിരിക്കും നടത്താൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണണം.